വെക്കാൻ പോലും സ്ഥലമില്ലാത്ത, അതിനുവേണ്ടി വെള്ളം കുടിക്കാതിരിക്കേണ്ട സാഹചര്യങ്ങൾ പോലും അനുഭവിക്കേണ്ടി വരുന്ന, അവസരങ്ങൾക്ക് വേണ്ടി കിടന്നു കൊടുക്കേണ്ടി വരുന്ന, ചൂഷണം ചെയ്ത ആൾക്കൊപ്പം തന്നെ വീണ്ടും അഭിനയിക്കേണ്ടി വരുന്ന സിനിമാ മേഖലയിൽ ഒരുപറ്റം സ്ത്രീകളുടെ ദുരിതങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നതിന് കാരണം ഈ സ്ത്രീകൾ തന്നെയല്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ പോട്ടെ പുല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ തള്ളിക്കളയാനുള്ള ധൈര്യം എന്തുകൊണ്ടാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ഇല്ലാണ്ടെയായി പോയത്? നടന്മാർ വാതിലുകളിൽ വന്ന് മുട്ടുന്നു എന്ന് പറയുമ്പോഴും ആലിംഗനവും ഉമ്മ ചെയ്യുന്ന സീനുകളും എടുക്കുമ്പോൾ 14-ലേറെ തവണ റീടേക്ക് പോകേണ്ടി വന്നു എന്നൊക്കെ ഹേമ കമ്മീഷനോട് മൊഴി കൊടുത്ത ഈ നടിമാർക്ക് എന്തുകൊണ്ടാണ് ഈ സീൻ വീണ്ടും 14 വട്ടം ഷൂട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് പറയാൻ പറ്റാതിരുന്നത്? നടന്മാർ വന്ന് വാതിലുകളിൽ മുട്ടുമ്പോൾ ആ വാതിൽ തുറന്നുകൊണ്ട് അവനെ ഒന്നും അടിക്കാനുള്ള ധൈര്യം എന്തുകൊണ്ടാണ് മലയാള സിനിമയിലെ നായികമാർക്ക് ഇല്ലാതെയായി പോയത്? അതിക്രമം കാട്ടിയവരിൽ വലിയ താരങ്ങളും ഉണ്ടെന്ന് പറയുമ്പോൾ താരങ്ങൾക്കൊപ്പം അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഈ സിനിമകളിൽ നിന്ന് മാറി നിൽക്കുന്ന എത്ര നടിമാരാണ് നമ്മുടെ നാട്ടിലുള്ളത്? ഇങ്ങനെ ചൂഷണങ്ങൾ നടക്കുന്ന സിനിമകളിൽ നിന്ന് പുറത്തു വന്ന് ഇത്തരം സിനിമകളിൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് പറയാനുള്ള ധൈര്യം കേരളത്തിലെ ഒരു നടിക്കും ഇല്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. ഇത്രയ്ക്കും പ്രതികരണശേഷി ഇല്ലാത്തവരാണോ മലയാള സിനിമ വാഴുന്ന നടിമാർ എന്ന് പറയുന്നത്? എല്ലാ നടിമാരെയും അടച്ചാക്ഷേപിക്കുകയല്ല, എന്നാൽ ഇത്തരത്തിലുള്ള പ്രതികരണശേഷി നമ്മുടെ നാട്ടിലെ നടിമാരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു വരികയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ സിനിമാ മേഖലയിൽ നടക്കുന്നത് ഈ സ്ത്രീകൾ ഇതിന് നിന്നുകൊടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവർ അതിനെതിരെ പ്രതികരിക്കാത്തത് കൊണ്ടോ അല്ലേ എന്നതാണ് ചോദിക്കുന്നത്. സ്ത്രീകളോട് നോ പറയാനുള്ള ധൈര്യം കാണിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു പറ്റം സിനിമകളിലെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് മര്യാദയ്ക്ക് ഒരു നോ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ നടക്കില്ല എന്ന് കാണിച്ചു തരേണ്ടത്. സിനിമയില്ലാതെ മറ്റൊരു തൊഴിൽ അവർക്ക് ചെയ്യാനില്ല എന്ന് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുമായിരുന്നെങ്കിൽ അതുകൊണ്ടാണ് അവർ ഇങ്ങനെ വഴങ്ങിക്കൊടുക്കുന്നതെന്നും മിണ്ടാതിരിക്കുന്നത് എന്നെങ്കിലും നമുക്ക് പറഞ്ഞ് സമാധാനിക്കാമായിരുന്നു. കൂലിപ്പണിക്ക് പോയാൽ പോലും ഇതിലും അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റുന്ന നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. വഴിയിൽ ഭിക്ഷയെടുക്കുന്ന ആളുകളെ കാണുമ്പോഴും രാത്രിയിൽ റോഡിൽ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി കാത്തു നിൽക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെയും മറ്റു സ്ത്രീകളെയും കാണുമ്പോൾ ഇവർക്കൊക്കെ മറ്റു പണിക്ക് പോയി അന്തസ്സോടെ ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്ന നമുക്ക് ഇത്രയും ചൂഷണങ്ങൾക്ക് വിധേയരായി സിനിമാ മേഖലയിൽ നിൽക്കുകയല്ലാതെ വേറെന്തെങ്കിലും പണിക്ക് പൊക്കൂടെ എന്ന് ഈ നടിമാരോട് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഇന്ന് സ്വന്തം വീട്ടിലിരുന്ന് ബ്ലോഗ് ചെയ്താൽ പോലും പൈസ കിട്ടുന്ന കാലമാണ്. അക്കാലത്ത് ഇത്രയും ചൂഷണങ്ങൾ അനുഭവിച്ചുകൊണ്ട് എന്തിനാണ് ഈ സിനിമാ മേഖലയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? അതിനുമപ്പുറം സിനിമ നിങ്ങൾക്ക് ജീവനേക്കാൾ വലിയ ഒരു പാഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇതിന് വഴങ്ങി കൊടുക്കുന്നത് എന്ന് പറയുന്നെങ്കിൽ ഇതിനെതിരെ പ്രതിഷേധിക്കുകയോ അതല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇല്ലാതാവാൻ വേണ്ടി പ്രയത്നിക്കുകയോ ചെയ്യണം. വേണ്ട രീതിയിൽ നിങ്ങൾ പ്രതികരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സിനിമകളിൽ നിന്ന് എന്നേ മാഞ്ഞു പോകില്ലേ എന്നതാണ് മറ്റൊരു ചോദ്യം. കേരളത്തിലോ ഇന്ത്യയിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ വാർത്തകൾ വരുമ്പോൾ അതിൽ അപലപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്വന്തം മേഖലയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെതിരെ നിങ്ങളുടെ പ്രിവിലേജുകളോ ഇൻഫ്ലുവൻസോ ഉപയോഗിച്ച് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാതിരിക്കുന്നത്? സ്ത്രീകൾ അബലയല്ല എന്നും പ്രതികരിക്കാൻ ശേഷിയുള്ളവളാണ് എന്നും പറയുന്ന സിനിമകൾ നമ്മുടെ ഭാഷയിൽ കൂടുതലാണ്. സിനിമാ മേഖലയിൽ നക്ഷത്രങ്ങളായി കാണുന്ന നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കൊണ്ടല്ലേ ഇത്രയും സിനിമകൾ വന്നിട്ട് പോലും നിങ്ങളുടെ സ്വന്തം സിനിമാ മേഖലയിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കിടന്നു കൊടുത്തില്ലെങ്കിൽ അവസരം ലഭിക്കില്ല എന്ന് പറയുമ്പോൾ കിടന്നു കൊടുക്കില്ല എന്ന് ഉറച്ച തീരുമാനം നിങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ പിന്നീട് വരുന്ന പുതുമുഖ നടിമാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ബുദ്ധിമുട്ട് പിന്നീട് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ഒരു വർഷത്തിൽ തന്നെ നിരവധി സ്ത്രീപക്ഷ സിനിമകൾ പുറത്തു വരുന്ന ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അവിടെ സ്ത്രീയോട് പ്രതികരിക്കാനും ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു വന്ന് മറ്റു വഴികൾ തേടാനും നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഉപദേശിക്കുന്ന മലയാള സിനിമകൾ ശരിക്കും നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ കളിയാക്കുകയാണ്. കാരണം സ്വന്തം ജീവിതത്തിൽ അത് പ്രായോഗികമാക്കിയിട്ട് വേണം മറ്റുള്ളവരോട് അത് ചെയ്യാൻ പറയാൻ.